മീരെ, പാറു മഴ നനഞ്ഞു വന്നപ്പോ പേഴ്സ് നനഞ്ഞിട്ടുണ്ട്. അവൾക്കൊന്ന് ഉണക്കാൻ വെച്ചൂടെ? അവൾ എന്തൊക്കെയോ പ്രശ്നങ്ങൾക്കിടയില്ല. അതിനിടയിൽ വിട്ടുപോയി കാണും. എന്തായാലും നീ കണ്ടതല്ലേ, അത് ഉണങ്ങാൻ വച്ചേക്ക്. ജെനി, ആദ്യം അതിനകത്ത് കാശ് വല്ലതും ഉണ്ടോന്ന് നോക്ക്. ഇത് മെഡിക്കൽ റിപ്പോർട്ടാണല്ലോ. അത് പാറു ആശുപത്രിയിൽ പോയി നടത്തിയ ടെസ്റ്റിന്റെ റിസൾട്ട് ആയിരിക്കും. അത് വായിച്ചാ അവൾക്ക് എന്താ പ്രശ്നമെന്ന് മനസ്സിലാവുമല്ലോ. നമുക്ക് അതിനനുസരിച്ച് അവളെ ശ്രദ്ധിക്കാം. നീ അതിലെന്താ എഴുതിയിരിക്കുന്നതെന്ന് വായിക്ക. അയ്യോ, എന്താടേ, എന്തിനിങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? നിന്റെ ടെസ്റ്റ് റിപ്പോർട്ട് ഞങ്ങൾ വായിക്കുന്നതിൽ എന്താ കുഴപ്പം? അതിന് തന്നെ വേണ്ട. നിങ്ങൾ ഓരോരുത്തരായിട്ട് ഇത് വായിച്ച് എന്തെങ്കിലുമൊക്കെ കുറ്റം കണ്ടുപിടിച്ച് എന്നെ സൂക്കേടുകാരിയാക്കും. ഡോക്ടർ എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ ഇത് വായിക്കുന്നേ? ഇവളെന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ? ഒരു പ്രശ്നമില്ലെങ്കിൽ മെഡിക്കൽ റിപ്പോർട്ട് കാണിക്കുന്നതിൽ എന്താ കുഴപ്പം? കുറെ ദിവസമായി ആശുപത്രിയും ടെസ്റ്റുകളൊക്കെ ആയിട്ട് ഓടി നടക്കുമായിരുന്നില്ലേ. എല്ലാത്തിനോടും ഒരു വെറുപ്പ് തോന്നി കാണും. ഞാൻ അച്ഛനെയും കൊണ്ട് ഒരുപാട് ആശുപത്രിയിൽ പോയതാ. കുറച്ച് കഴിഞ്ഞപ്പോ അച്ഛന് ആശുപത്രിയും ടെസ്റ്റും ഒന്ന് കേട്ടാ തന്നെ ദേഷ്യമാ. പാറുവും അതേ അവസ്ഥയിലായി കാണും. അവൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. തൽക്കാലത്തേക്ക് അവളെ ഫ്രീ ആയി വിട്. അവളുടെ ടെൻഷനൊക്കെ ഒന്ന് മാറട്ടെ. ഇതെങ്ങനെയാ എന്റെ പേഴ്സിലെത്തിയത്? ഞാനത് കണ്ടിട്ടും കൂടിയില്ലല്ലോ. എന്റെ അടുത്ത് ഈ മെഡിക്കൽ റിപ്പോർട്ട് ഉണ്ടാകുന്നത് അപകട. നേരെയോ ജെനിഫറോ ഇത് കണ്ടുപിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയെങ്കിലും ഇത് ഒഴിവാക്കണം. പാറു, പാറു, ദാ വരുന്നു. എത്ര കഴിവിട്ടും കയ്യിലെ നാറ്റും പോകുന്നില്ല. ഈ മുക്ത എന്തിനാ എപ്പോഴും വേസ്റ്റ് കളയുന്ന ജോലി എനിക്ക് തന്നെ തരുന്നേ? അവളോടൊന്ന് സംസാരിക്കണം.